നമസ്കാരം. രുചി ഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലതരം സ്റ്റൂ പ്രാക്ടീസ് ചെയ്തിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇന്നൊരു പ്രത്യേകതരം സ്റ്റൂ ആണ്. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെജ് സ്റ്റൂ ആണ്. വേറെ ഒന്നുമല്ല, പച്ച ചീര കൊണ്ടുണ്ടാക്കുന്ന സ്റ്റൂ ആണിത്. ഒരു പ്രത്യേകതരം ബ്ലെൻഡാണ്, വേറൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിലെന്തൊക്കെയാണ് ചേർക്കണത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണതെന്ന് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അജിത, ഈ ചീര സ്റ്റൂവിൽ എന്താ പ്രത്യേകത? നമ്മൾ സാധാരണ സ്റ്റൂസൊക്കെ ഉണ്ടാക്കും പോലെ തന്നെയാണോ? അതുപോലെ തന്നെ. സാധാരണ സ്റ്റൂവിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടാവും. ഇതതിന് പകരം ചീര മാത്രം മൈദയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതൊരു പ്രത്യേക ഡിഷ് തന്നെയാണ്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീര, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള, പച്ചമുളക്, ഒരു ബൗൾ പാല്, കടുക്, വിനീഗർ, മൈദമാവ്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇതൊക്കെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ചീര സ്റ്റൂ ഉണ്ടാക്കണമെന്ന് നോക്കാം. തുടങ്ങാം. ആദ്യം കത്തി ഉണ്ടാക്കണം ചീര. ഇതെങ്ങനെയാണ് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം, കുഞ്ഞു കുഞ്ഞായിട്ട്? ചെറിയ ചെറിയ പീസ്, ചെറിയ. ഇത് തണ്ടും എടുക്കും? മൊത്തം ചേർത്ത്. അപ്പം സാധാരണ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു പിടിയാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പിടി മതി, ഒരു ബഞ്ച് മതിയാവും. ഇത് നമുക്ക് ചപ്പാത്തി, ചോറ്. ഇത് എവിടെ നിന്ന് കിട്ടി ചീര സ്റ്റൂ? സാധാരണ നമ്മൾ പൊട്ടറ്റോ സ്റ്റൂ, മിക്സ്ഡ് വെജിറ്റബിൾ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മട്ടൺ സ്റ്റൂ അല്ലേ, അങ്ങനത്തെ വേർഷൻസാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തോന്നി ചീര സ്റ്റൂ? നമ്മൾ ഈ നോയമ്പ് കാലത്തൊക്കെ ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കും. നോയമ്പ് കാലം മുന്നോടിയായിട്ടാണ് അജിത് ഇത് പറഞ്ഞു തന്നെ. ഇപ്പം നോയമ്പ് പോലെ വരാൻ പോവാണ്. ക്രിസ്ത്യൻസൊക്കെ 50 ദിവസം നോയമ്പ്
ഇത് ഒരു സവാളയാണ്. വളരെ നേരത്തെ കട്ടിയില്ലാതെ നേരത്തെ ചട്ടിയിൽ മുഖത്തെടുത്തെടുക്കും. എനിക്കൊന്ന് ഈ കുട്ടികളുള്ള അമ്മമാർ സാധാരണ മുഴുവനോടെ ഇടാനായിരിക്കും പ്രിഫർ ചെയ്യണത്. അതേപോലെ തൂക്കിയെടുത്തങ്ങ് മാറ്റാമല്ലോ കുട്ടികളെ കണ്ണീ കാണാതെ. അല്ലെങ്കിൽ എരിവ് കൂടി, ഇത് കാണുമ്പോഴേക്കും അവർ എരിവ് കൂടി എന്നൊക്കെ പറയുന്നത്. ശരിക്കും എരിവ് ഉണ്ടാവില്ല. ഇവിടെ പിന്നെ 2 പുത്രിമാരുള്ളതുകൊണ്ട് അജിതയ്ക്ക് അത് കറക്റ്റ് കാൽക്കുലേഷൻ എടുത്ത് വെക്കുന്നത്. അവിടെ നമ്മുടെ ചീര ഏകദേശം വെന്ത് വരുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുന്നതോ? നന്നായിട്ട് വഴന്നു വരുന്നു. കുറച്ച് നന്നായിട്ട് വഴറ്റാൻ നമുക്ക് ഉപ്പിടണോ? വേണ്ട, ഉപ്പ് ലാസ്റ്റ് ഇടാം, കാരണം പാലൊഴിക്കുന്നതുകൊണ്ട് ഏകദേശം ഇപ്പം തന്നെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഉള്ളി. അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നാവും. നന്ന ബ്രൗൺ ആണല്ലേ?